ഇന്നത്തെ എപ്പിസോഡിൽ അന്നനെ കാണിക്കുന്ന കൺമണിയുടെ മൂന്നമ്മായിമാര് ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ്. നീ കൺമണിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി പിന്നെ അമ്മായിമാരോട് പിന്നെ ഞാൻ എന്ത് ചെയ്യണം, എന്നെ അടിച്ചവൾ ഞാൻ പോയിട്ട് പൂജിക്കണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ തന്നെയാണ് കൺമണിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്, ഞാൻ തന്നെയാണ് കൺമണിയുടെ ബാഗ് വലിച്ച് ദൂരെ കളഞ്ഞതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശാന്തമ്മ ധനലക്ഷ്മി അടിക്കാൻ കൈയൊങ്ങി നിൽക്കുമ്പോൾ ബാക്കി രണ്ടുപേര് ശാന്തമ്മയെ പിടിച്ചു മാറ്റുകയാണ്. തുറന്ന് ധനലക്ഷ്മി പിന്നെ അമ്മായിമാരെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല, ഇനി അധികം വിളച്ചിലെടുത്താൽ നിങ്ങളും ഈ വീടിന്റെ പുറത്ത് പോകേണ്ടി വരുമെന്ന് പറയുകയാണ്. കാരണം എനിക്കാണ് ഈ വീടിന്റെ സർവ്വ അധികാരവും കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ കേൾപ്പിച്ചു കൊടുത്ത വോയിസ് ക്ലിപ്പ് ധനലക്ഷ്മി അമ്മായിമാർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. വരുണ്ട വോയിസ് ക്ലിപ്പ് അമ്മായിമാർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അത് കേട്ട് മൂന്നമ്മായിമാര് ഞെട്ടിക്കിളി പോയി നിൽക്കുകയാണ്. തുടർന്ന് അമ്മായിമാര് പിന്നെ ഒരു സോറി പറച്ചിലിന്റെ രീതിയിലാണ് ധനലക്ഷ്മിയോട് സംസാരിക്കുന്നത്. തുടർന്ന് ധനലക്ഷ്മിയോട് പിന്നെ അമ്മായിമാര് പിന്നെ പറയുന്നത്, എന്നാലും നീ നമ്മുടെ കൺമണിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. കൺമണിയെ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം, കൺമണി എന്നെ അടിച്ചത് മാത്രമല്ല വരുണുമായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് കൺമണി പിന്മാറി ഏതോ ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങി വന്നു. അതൊക്കെ ചെയ്ത് കൺമണി നമ്മളെയെല്ലാം അപമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള കൺമണിയെയാണ് ഞാൻ ഇറക്കി വിട്ടതെന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് ധനലക്ഷ്മി. ഇതും പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് മൂന്നമ്മായിമാരും പിന്നെ സംസാരിക്കുന്നത്, ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണല്ലോ, നമ്മളിങ്ങനെ ആരുടെ കൂടെ നിൽക്കും, ആർക്കൊപ്പം നിന്നാലാണ് നമുക്ക് ഗുണം കിട്ടുക, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് നാളിങ്ങനെ കണ്ടു നിൽക്കാം, എന്നിട്ട് നമുക്ക് പതുക്കെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി എന്ന് പറയുകയാണ്. തൽക്കാലം നമ്മളിപ്പോൾ ആരുടെ പക്ഷത്തും നിൽക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണ് മൂന്നമ്മായിമാരും. തുറന്ന് കാണിക്കുന്ന വരുണാണ്. വരുൺ ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നേഴ്സ് വന്ന് ഇഞ്ചക്ഷൻ ചെയ്യുകയാണ്. എന്നാൽ ഈ സമയത്ത് പതിവ് പോലെ വരുൺ അലമുറയിട്ട് കരയുകയാണ്. എന്നാൽ അത് കേട്ട നേഴ്സ് പിന്നെ വരുണെ കളിയാക്കുകയാണ്. കുറെ നാളത്തെ എക്സ്പീരിയൻസ് ഇല്ലേ ഈ ഇഞ്ചക്ഷൻ കിട്ടിയിട്ട്, എന്നിട്ടും കരച്ചിൽ മാറിയില്ലേ എന്ന് ചോദിച്ചു വരുണെ കളിയാക്കിക്കൊണ്ട് ആ നേഴ്സ് അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ്. എന്നാൽ കൺമണിയെ കണ്ട് വരുൺ ആദ്യം ഒന്നും ഞെട്ടുന്നുണ്ടെങ്കിലും തുറന്ന് വരുൺ പിന്നെ റൊമാൻറ്റിക് മൂഡിലാവുകയാണ്. വരുൺ പിന്നെ കൺമണിയോട്, ഹായ് കൺമണി എന്നെ കാണാൻ വന്നിരിക്കുകയാണല്ലേ, കൺമണിക്ക് എന്നോട് കുറ്റബോധം തോന്നിയല്ലേ, കൺമണിക്ക് ഇപ്പോൾ എന്നോട് ഇഷ്ടം തോന്നിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയോട് അകത്തേക്ക് വരാൻ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണിക്ക് ദേഷ്യം വരികയാണ്. തുറന്ന് കൺമണി പിന്നെ നല്ല ദേഷ്യത്തിൽ പിന്നെ വരുണോട്, നിനക്ക് എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണോ എന്ന് ചോദിച്ചുകൊണ്ട് കൺമണി പിന്നെ വരുണോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ കൺമണി പെട്ടെന്ന് ടെറർ മോഡിലായത് കണ്ട് വരുണോ പേടിയാവുകയാണ്. തുറന്ന് വരുൺ അച്ഛ അച്ഛ എന്നിങ്ങനെ നീട്ടി വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആരും വരുന്നില്ല. തുറന്ന് കൺമണി പിന്നെ വരുണെ കളിയാക്കുകയാണ്. നിനക്ക് എന്താണ് പേടിയാകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് എന്റെ മുന്നിൽ ആളാകണമെങ്കിൽ 10 ആള് നിനക്ക് കൂടെ വേണം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് കൂടുതൽ ധൈര്യം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി വരുണെ പഞ്ഞിക്കിടാൻ തുടങ്ങുകയാണ്. തുറന്ന് കൺമണി വരുണിന്റെ കൈ പിടിച്ച് 4 കൊടച്ചിൽ കൊടയുകയാണ്. എന്നാൽ അത് കണ്ട് വേദന കൊണ്ട് വരുൺ അലമുറയിട്ട് കരയുകയാണ്. അയ്യോ അമ്മേ കൺമണി വീട് വീട് എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുകയാണ്. തുടർന്ന് കൺമണി വീണ്ടും വരുണോട്, നിനക്ക് എന്താണ് എന്നെ കല്യാണം കഴിക്കണം, ഞാൻ നിന്നോട് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് നിന്റെ കൂടെ കഴിയണ്ട, എനിക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടോടെ ഇഷ്ടമല്ല എന്ന്, എന്നിട്ടും നീ ഒരു പോലീസിനെയും കൂട്ടിക്കൊണ്ടു വന്നാൽ എന്നെ സ്വന്തമാക്കാമെന്ന് കരുതിയോ, എന്താടാ നിനക്ക് എന്നെ വീണ്ടും കല്യാണം കഴിക്കണോ എന്ന് ചോദിച്ച് കൺമണി വരുണെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ തലയാട്ടുകയാണ്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ തലയാട്ടുകയാണ്. ഈ സമയത്ത് വീണ്ടും വരുൺ അച്ഛ അച്ഛ എന്നിങ്ങനെ നീട്ടി വിളിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ആരും വരാൻ പോകുന്നില്ല. തുറന്ന് വരുണ് കാര്യം മനസ്സിലായിരിക്കുകയാണ്. വെറുതെ കൺമണിയെ പ്രകോപിപ്പിച്ചാൽ വെറുതെ അടി വാങ്ങി കൂട്ടേണ്ടി വരുമെന്നാണ് വരുണ് മനസ്സിലായിരിക്കുകയാണ്. തുറന്ന് വരുൺ അവസാന അടവ് പുറത്തെടുക്കുകയാണ്. 2 കൈയും കൂപ്പി കൺമണിയോട്, അയ്യോ കൺമണി എന്നെ ഉപദ്രവിക്കല്ലേ, ഞാൻ ഇനി കൺമണിയെ ഉപദ്രവിക്കില്ല. തുറന്ന് കൺമണി പിന്നെ വരുണോട്, നീ തട്ടിയെടുത്ത ഞങ്ങളുടെ വീട് എന്റെ വീട്, നീ എന്റെ പേരിലേക്ക് തിരിച്ചെഴുതി തരണം എന്ന് പറയുകയാണ്. നിനക്ക് തരാനുള്ള 10 ലക്ഷം രൂപ ഞാൻ അധികം വൈകാതെ തന്നെ തരും, ആ സമയത്ത് നീ ഞങ്ങളുടെ വീട് എന്റെ പേരിൽ വീണ്ടും തിരിച്ചെഴുതി തരണം എന്ന് പറയുകയാണ്. എന്നാൽ അത് വരുൺ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. തുറന്ന് വരുൺ പിന്നെ കൺമണിയോട് അത് കൺമണി ഇത് കൺമണി എന്നിങ്ങനെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുമ്പോൾ കൺമണി വീണ്ടും വരുണെ പേടിപ്പിക്കുകയാണ്. നീ അത് തന്നില്ലെങ്കിൽ നീ വിവരം അറിയുമെന്ന് പറയുകയാണ്. എന്താടാ നീ തരില്ലേ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് വരുൺ കൺമണി ഞാൻ തിരിച്ചു തരാൻ തയ്യാറാണെന്ന് പറയുകയാണ്. ഒരു വീടല്ല, എത്ര വീട് വേണമെങ്കിലും ഞാൻ കൺമണിയുടെ പേരിൽ എഴുതി തരാം, എന്നെ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടാൽ മാത്രം മതി എന്ന് പറയുകയാണ് വരുൺ. തുടർന്ന് കൺമണി പിന്നെ വീണ്ടും വരുണിനോട്, ആ വീടെങ്ങാനും നീ അതിനു മുൻപ് മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങി മറച്ചു വിറ്റു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറയുകയാണ്. പിന്നെ നീ അന്ന് കൊണ്ടുവന്ന നിന്റെ പോലീസുകാരനുണ്ടല്ലോ അനിരുദ്ധ്, അവനോടും കൂടി ഒന്ന് പറഞ്ഞേക്ക് ഞാൻ നിന്നെ കാണാൻ വന്നിരുന്നു എന്ന്. തുറന്ന് വരുൺ പിന്നെ കൺമണിയോട്, കൺമണി എനിക്ക് ഒരു ഉപകാരം ചെയ്യുമോ, ഞാൻ ധനലക്ഷ്മിക്ക് കൊടുത്ത 10 ലക്ഷം രൂപയും ആ 101 പവൻ സ്വർണം കൺമണി തന്നെ എനിക്ക് വാങ്ങിത്തരണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ്. ഞാൻ പറഞ്ഞിട്ടാണോ നീ അവർക്ക് 10 ലക്ഷം രൂപയും 101 പവനും കൊടുത്ത്, അത് ഞാൻ പറയില്ല, നീ തന്നെ എങ്ങനെയെങ്കിലും വാങ്ങിയെടുത്തോളാൻ പറയുകയാണ്. അതെന്റെ കാര്യമല്ല എന്ന് പറയുകയാണ് കൺമണി.
ഞാൻ നിന്നെ ഒരിക്കലും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് തരുന്ന കാശും വാങ്ങി എന്റെ വീട് എന്റെ പേരിൽ വീണ്ടും തിരിച്ചെഴുതി നീ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാൻ പറയുകയാണ്. തുറന്നു വരുൺ മനസ്സില്ലാ മനസ്സോടുകൂടി അതിന് സമ്മതിക്കുകയാണ്. കൺമണി പറഞ്ഞ പോലെ ഞാൻ ചെയ്യാൻ കൺമണി എന്നൊക്കെ പേടിച്ചുകൊണ്ട് പറയുകയാണ് വരുൺ. തുറന്ന് കൺമണി അവിടുന്ന് പോകാൻ ഒരുങ്ങി ആ വാതിൽ തുറക്കുന്ന സമയത്ത് വരുൺ പിന്നെ കൺമണിയെ വിളിച്ചിട്ട് കൺമണിയുടെ കഴുത്തിൽ കൃഷി താലി കെട്ടിയ കാര്യം ഞാൻ ധനലക്ഷ്മിയെ അറിയിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ്. തുറന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ തിരിഞ്ഞു നിന്ന വരുണിനോട് അത് ശരി, നിനക്കപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ അപ്പുറത്തി ഇപ്പുറത്തേക്കൊക്കെ നോക്കുകയാണ്. തുറന്ന് ആ മേശപ്പുറത്ത് ഒരു കത്രിക ഇരിക്കുന്ന കൺമണി കാണുകയാണ്. തുറന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ ആ കത്രിക ചാടിയെടുത്ത് വരുണ് നേരെ പാഞ്ഞു ചെല്ലുകയാണ്. തുറന്ന് വരുണിന്റെ കഴുത്തിന് നേരെ ആ കത്രിക ചൂണ്ടി വരുണെ ഭീഷണിപ്പെടുത്തുകയാണ്. തുറന്ന് കൺമണി, കൃഷ എന്റെ കഴുത്തിൽ താലി കെട്ടിയ കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഭൂമുഖത്തോണ്ട് ബാക്കിയുണ്ടാകില്ല. മവനെ, നിന്നെ ഞാൻ പീസാക്കി കൊന്നുകളയുമെന്ന് പറഞ്ഞ് വരുണെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ അതും കൂടി കേട്ടതോടുകൂടി വരുണിന്റെ സകല ഗ്യാസും അതോടുകൂടി പോവുകയാണ്. ഈ ലോകത്ത് കൃഷ്ണന്റെ താലി കെട്ടിയ കാര്യം ഒരാൾ പോലും അറിയാൻ പാടില്ല. ഇതും പറഞ്ഞുകൊണ്ടാണ് കൺമണി വരുണെ ഭീഷണിപ്പെടുത്തുന്നത്. തുറന്ന് വരുൺ അതിനും സമ്മതിക്കുകയാണ്. ഇല്ല കൺമണി, ഞാൻ ഈ കാര്യം ആരോടും പറയില്ല എന്ന് പറയുകയാണ്. തുറന്ന് കൺമണി ആ കത്രിക പിൻവലിക്കുകയാണ്. തുറന്ന് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് കൺമണി വീണ്ടും വരുണിന്റെ കൈയും കാലും പിടിച്ച് രണ്ട് കുടച്ചിലാണ്. വീണ്ടും വരുൺ എന്നത്തെയും പോലെ അയ്യോ അമ്മച്ചി എന്ന് പറഞ്ഞ് നീട്ടി നിലവിളിക്കുകയാണ്. തുറന്ന് കൺമണി അവിടെ നിന്ന് നല്ല ദേഷ്യത്തിൽ ഇറങ്ങി പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി പോയ ശേഷം വരുൺ നല്ല ദേഷ്യത്തിൽ കൺമണിയുടെ പക എങ്ങനെ തീർക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ച് ആ കത്രിക ഇങ്ങനെ കൈകൊണ്ട് ആട്ടി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുറന്നു കാണിക്കുന്ന മാനസിയാണ്. മാനസ കാലിച്ചു തുള്ളിക്കൊണ്ട് കൃഷ്ണന്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ മാനസിയോട് എന്തായി മാനസ, കൃഷ്ണ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് മാനസ് നല്ല ദേഷ്യത്തിൽ പിന്നെ ആന്റിയമ്മയോട് കൃഷ്ണ കണ്ടു, കൃഷ്ണന്റെ വായിൽ നിന്ന് ചീത്ത കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. എന്തിനാണ് കൃഷ്ണ എന്നെ ചീത്ത പറയുന്നത്? ഞാൻ കൃഷ്ണനെ ഇന്ന് ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ കൃഷ്ണ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചു. കൃഷ്ണ അതിനെ എന്റെ മേത്തേക്ക് 4 ചാട്ടം എന്നെ വെറുതെ അനാവശ്യമായിട്ട് ചീത്ത പറയുന്നു. അവൻ ആരാ എന്നെ ചീത്ത പറയാൻ? അവരെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ ഞാൻ. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ നീ ഒന്ന് സമാധാനിക്ക് മാനസ എന്ന് പറയുമ്പോൾ മാനസ പിന്നെ നല്ല ദേഷ്യത്തിൽ പിന്നെ ആന്റിയമ്മയ്ക്ക് അത് പറഞ്ഞാൽ മതി. ആന്റിയമ്മ പറയുന്നത് കേട്ട് സമാധാനിച്ചിരിക്കാൻ എനിക്ക് എന്തിന്റെ കേടാണെന്ന് ചോദിക്കുകയാണ് മാനസ. ഇത് തന്നെയാണ് നമുക്കും അങ്ങോട്ട് ചോദിക്കാനുള്ളത്. കൃഷ്ണനെ വായി നോക്കിയില്ല, അതുകൊണ്ട് എനിക്ക് കൃഷ്ണനോട് പ്രതികാരം ചെയ്യണം. അത് എന്തിന്റെ കേടാണെന്ന് മനസ്സിലാകുന്നില്ല. മര്യാദയ്ക്കല്ല ഇടപെടുന്നതെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാനും എനിക്കറിയാം. തുടർന്ന് ആന്റിയമ്മ വീണ്ടും മാനസിയോട് മോളെ, അവന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ മാനസ അവന്റെ സ്വഭാവം എനിക്ക് കൃത്യമായിട്ട് അറിയാം, പക്ഷെ എന്റെ സ്വഭാവം എന്താണെന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ കൃഷ്ണ അധികം വൈകാതെ അറിയുമെന്ന് പറയുകയാണ്. കൃഷ്ണ എന്തിനാണ് എന്നോട് ഇത്രമാത്രം അകൽച്ച? ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ഓർമ്മ വെച്ച അന്ന് മുതൽ കൃഷ്ണ എന്നോട് അകൽച്ചയാണ്. ആന്റിയമ്മയ്ക്ക് അറിയാമോ, കഴിഞ്ഞ ദിവസവും കൃഷ്ണ എന്നെ തല്ലി. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസിത് പറയുന്നത് കേട്ടുകൊണ്ട് മാനസിയുടെ അമ്മ ഹേമ കളിച്ചു തുള്ളിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് ഹേമ പിന്നെ മാനസിയോട് നീ എന്താണ് പറഞ്ഞത്? കൃഷി നിന്നെ തല്ലിയെന്നോ? എന്തിനാണ് നിന്നെ കൃഷി തല്ലിയതെന്ന് ചോദിക്കുകയാണ്. എനിക്കിതിപ്പോൾ തന്നെ അറിയണം. ഇപ്പോൾ തന്നെ കൃഷ്ണനെ വിളിക്കാൻ പറയുകയാണ്. തുടർന്ന് ആന്റിയമ്മയും മാനസിയെ അയ്യോ അമ്മ ഇത് വലിയ സീരിയസ് ആയി എടുക്കല്ലേ എന്ന് പറയുകയാണ്. തുടർന്ന് ഹേമ പിന്നെ ആന്റിയമ്മയോട് ദേഷ്യപ്പെടുകയാണ്. കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താണ് കൃഷ്ണനെ ഞങ്ങളോട് ഇത്ര കലിപ്പെന്ന് ചോദിക്കുകയാണ്. ഞങ്ങളേതാണ്ട് വലിഞ്ഞു കയറി താമസിക്കുന്ന പോലെയാണ് കൃഷ്ണന്റെ പെരുമാറ്റം. എന്തിനാണ് കൃഷ്ണന്റെ മോളെ തല്ലിയത്? എനിക്ക് ഇപ്പോൾ തന്നെ ഈ കാര്യം മാനസിയുടെ അച്ഛൻ ജയമോഹനെ വിളിച്ചറിയിക്കണം. തുടർന്ന് ആന്റിയമ്മ പിന്നെ ഹേമയോട് അയ്യോ ഹേമ, നീ ഇത് ജയമോഹനെ വിളിച്ച് പറയല്ലേ, ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ ഹേമ നല്ല ദേഷ്യത്തിൽ എനിക്കറിയണം എന്തിനാണ് കൃഷ്ണ എന്റെ മോളോട് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുകയാണ്. കല്യാണം ഉറപ്പിച്ചിട്ടും എന്തുകൊണ്ട് കൃഷ്ണ എന്റെ മോളെ ഇപ്പോഴും ഇഷ്ടമല്ല എന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴും കൃഷ്ണ വശീകരിക്കാൻ ഓരോ മന്ത്രങ്ങളാണ് നമ്മൾ മാനസിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ എന്റെ ജയേട്ടനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയും. ജയേട്ടനോട് വേഗം തന്നെ തിരിച്ചു വരാൻ പറയും. കൃപയുടെ ആശുപത്രി കാര്യവും ചികിത്സയും എല്ലാം സാഗർ തന്നെ നോക്കിക്കോട്ടെ എന്ന് പറയുകയാണ്. എന്റെ ചേട്ടനെ ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുകയാണ് ഹേമ. എന്നാൽ അതെല്ലാം കേട്ട് ആകെ കിളി പോയി നിൽക്കുകയാണ് ആന്റിയമ്മ. തുടർന്ന് ആന്റിയമ്മ പിന്നെ ഹേമയെ മാറ്റി നിർത്തി എന്താ ഹേമ നീ ഇങ്ങനെയൊക്കെ എടുത്തു ചാടുന്നത്? കൃഷിന്റെ കാര്യമില്ല, നീ അത് എനിക്ക് വിട്ടേക്കാൻ പറയുകയാണ്. ഞാൻ ഇത് നൈസായിട്ട് ഡീൽ ചെയ്തോളാം എന്ന് പറയുകയാണ് ആന്റിയമ്മ. ഇതും പറഞ്ഞുകൊണ്ട് ആന്റിയമ്മ ഹേമയ്ക്കും മാനസിക്കും ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ ഹേമ തൽക്കാലത്തേക്ക് അടങ്ങുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി പെട്ടിയും കിടക്കിയും ബാഗും എല്ലാം എടുത്ത് അലികയുടെ ഓഫീസിലേക്കാണ് ചെല്ലുന്നത്. എന്നാൽ ഈ സമയത്ത് കൃഷ് ദേവ്ജിയുടെ കാല് പിടിച്ച് നിൽക്കുകയാണ്. ദേവ്ജി എനിക്ക് വേണ്ടി കൺമണിയോട് ദേവ്ജി ഒന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണി കൃഷും ദേവ്ജി സംസാരിക്കുന്നത് കാണുകയാണ്. തുറന്നത് കൺമണി മാറി നിന്ന് ഒളിച്ചു നിൽക്കുകയാണ്. കൃഷിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ മാറി നിൽക്കുകയാണ്. പക്ഷെ കൺമണിക്ക് കേൾക്കാൻ കൃഷും ദേവ്ജി സംസാരിക്കുന്നത് എന്താണെന്ന്. തുറന്ന് കൃഷി ദേവ്ജിയോട് എനിക്ക് വേണ്ടി കൺമണിയോടൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ദേവ്ജി അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുകയാണ്.
പറയുകയാണ് ഈ കാര്യത്തിൽ മൂന്നാമതൊരാളെ ഇടപെടാതിരുത്തുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയുകയാണ്. നിനക്ക് കൺമണിയുടെ സ്വഭാവം അറിയുന്നതല്ലേ, തെറ്റ് നിന്റെ ഭാഗത്ത് തന്നെയാണ് കൃഷ്, നീ അത് മനസ്സിലാക്കുക, നീ അത് സ്വയം തിരിച്ചറിയുക. അങ്ങനെ കുറെ ഉപദേശങ്ങളെല്ലാം ദേവ്ജി കൃഷ്ണ കൊടുക്കുകയാണ്. കൺമണിയുമായിട്ടുള്ള പ്രശ്നം തീർക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ, നീ തന്നെ അതിനൊരു പോംവഴി കണ്ടെത്തിക്കോളാൻ പറഞ്ഞുകൊണ്ട് ദേവ്ജി കൃഷ്ണനെ കൈയൊഴിഞ്ഞ് അവിടുന്ന് പോവുകയാണ്. എന്നാൽ ദേവ്ജി പോകുന്നത് കണ്ട് കൺമണിക്ക് ദേവ്ജിയെ വിളിക്കാൻ സാധിക്കുന്നില്ല. കൺമണി ദേവ്ജിയെ വിളിക്കുന്നത് കൃഷ് കാണും. ദേവ്ജിയെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, കൃഷ് തൽക്കാലം തന്നെ കാണാൻ പാടില്ല. ആ ഒരു വാശിയിലാണ് കൺമണി നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്ത് കൃഷ് ഫോൺ എടുത്തിട്ട് കൺമണിയെ വിളിക്കുകയാണ്. കൺമണിയുടെ ഫോൺ സൈലന്റ് മോഡിലാണ്, അതുകൊണ്ട് മാത്രം കൺമണിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് കൃഷി കേൾക്കുന്നില്ല. എന്നാൽ ഈ സമയത്ത് കൃഷിന്റെ കോൾ കണ്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ്. കൺമണി നല്ല ദേഷ്യത്തിൽ കൃഷിന്റെ കോൾ കട്ട് ചെയ്യുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷിന് സങ്കടമാവുകയാണ്. കൃഷ് ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് കൃഷ് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി പോകുന്നത് കൺമണിയുടെ മുന്നിലൂടെയാണ്. പക്ഷെ കൃഷ് അപ്പോഴും കൺമണിയെ കാണുന്നില്ല. തുടർന്ന് കൺമണി പിന്നെ ചിന്തിക്കുന്നത് ദേവ്ജിയും പോയി കൃഷും പോയി, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഓഫീസെല്ലാം പൂട്ടി ഹരി പുറത്തേക്ക് വരികയാണ്. ഹരി പുറത്തേക്ക് വരുമ്പോൾ ബാഗെല്ലാം പിടിച്ചു നിൽക്കുന്ന കൺമണിയാണ് കാണുന്നത്. തുടർന്ന് കൺമണിയോട്, കൺമണി ഇന്ന് എന്ത് പറ്റി, ഓഫീസിലേക്ക് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി, അയ്യോ ഹരിസ, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്, ഞാൻ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു, തൽക്കാലം ഇന്ന് രാത്രി താമസിക്കാൻ എനിക്ക് എവിടെയെങ്കിലും താമസം ശരിയാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. നാളെ രാവിലെ ദേവ്ജിയുമായിട്ട് സംസാരിച്ച് വല്ല ഹോസ്റ്റലിലേക്ക് ഞാൻ മാറിക്കോളാം എന്ന് പറയുമ്പോൾ ഹരി പിന്നെ കൺമണിയോട്, അതിനെന്താ കൺമണി, നമ്മുടെ കമ്പനി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി, അതിന് ക്രിഡ് സാറിന്റെ അനുവാദം വേണ്ട എന്ന് ചോദിക്കുമ്പോൾ ഹരി, കമ്പനി ഗസ്റ്റ് ഹൗസിന്റെ ചുമതല എനിക്കാണ്, അതിന് ക്രിഡ് സാറിന്റെ ചുമതലയൊന്നും വേണ്ട, പിന്നെ കൺമണി ഈ കമ്പനിയിലെ ചീഫ് ഡിസൈനർ അല്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുകയാണ്. തൽക്കാലം നമ്മുടെ കമ്പനി ഗസ്റ്റ് ഹൗസിൽ ഇന്ന് കൂടിക്കോളാൻ പറയുകയാണ് ഹരി. എന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുറന്നു കാണിക്കുന്നത് ശ്രീനിയും ഗോകുലിനെയുമാണ്. ഗോകുലിന്റെ അടുത്ത് ശ്രീനി കൺമണിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗോകുല് പിന്നെ ശ്രീനിയെ ആശ്വസിപ്പിക്കുകയാണ്. അച്ഛൻ അപ്പയെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, അപ്പയ്ക്ക് നല്ല ധൈര്യമാണെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ചെവിയിൽ ഫോൺ വെറുതെ വെച്ചിട്ട് ധനലക്ഷ്മി ശ്രീനിയുടെ അടുത്ത് പോയിട്ട് കൺമണിയെ കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ പറയുകയാണ്. വീട് തിരിച്ചു പിടിക്കുമെന്ന് ഒരു മോഹന വാഗ്ദാനം നൽകിയിട്ട് ഒരാൾ ഇവിടുന്ന് പോയിട്ടുണ്ട്, കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് കൺമണി ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് ശ്രീനി പിന്നെ ധനലക്ഷ്മിയോട്, നീ വിളിക്കുന്ന മനോജിനെയാണോ എങ്കിൽ ആ ഫോൺ തരാൻ പറയുകയാണ്. നല്ലത് കേട്ട് ധനലക്ഷ്മി പിന്നെ ശ്രീനിയോട്, എനിക്കിങ്ങനെ ഒരു അച്ഛനോ അനിയത്തിയോ ഇല്ലെന്നാണ് മനോജേട്ടൻ പറഞ്ഞതെന്ന് പറയുകയാണ് ശ്രീനിയോട് ധനലക്ഷ്മി. എന്നാൽ അത് കേട്ട് ഗോകുല്, അമ്മ അച്ഛനാണെങ്കിൽ ആ ഫോണൊന്ന് തരാൻ പറഞ്ഞ് പറയുകയാണ്. തുടർന്ന് ഗോകുല് ധനലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അവിടുന്ന് മാറിപ്പോവുകയാണ്. ഈ സമയത്ത് ശ്രീനി പിന്നെ കൺമണിയുടെ കാര്യമാണ് ധനലക്ഷ്മിയോട് പറയുന്നത്. എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി കൺമണിയെ കുറിച്ച് മോശമായ രീതിയിലാണ് ശ്രീനിയോട് സംസാരിക്കുന്നത്. എവിടെ പോയി നിങ്ങളുടെ സൂപ്പർ ഡ്യൂപ്പർ കൺമണി എന്ന് ചോദിച്ച് കളിയാക്കുകയാണ്. വല്ല ബസ് സ്റ്റാൻഡിലേക്കാണോ പോയത്, വല്ല റെയിൽവേ സ്റ്റേഷനിലേക്കാണോ കൺമണി പോയത്? നാളെ അവൾക്ക് എന്തെങ്കിലും പറ്റിയ അഹിതം സംഭവിച്ചാൽ എന്നോട് പറയരുത്, ഞാൻ പറഞ്ഞതാണ്, എന്റെ കാല് പിടിച്ചാൽ ഞാൻ ക്ഷമിക്കാമെന്ന്. അപ്പോൾ എന്നെ ധിക്കരിച്ച് ബാഗ് എടുത്ത് ഇറങ്ങി പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് കൺമണി ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് ധനലക്ഷ്മി. എന്നാൽ അത് കേട്ട് ശ്രീനിക്ക് ദേഷ്യം വരികയാണ്. തുടർന്ന് ശ്രീനി പിന്നെ ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി പിന്നെ നല്ല ഗൗരവത്തിൽ ശ്രീനിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട്, ദേ എന്റെ അടുത്ത് വലിയ ഡയലോഗ് അടിച്ചാൽ കൺമണിയുടെ പുറകെ അച്ഛനും പെട്ടിയും ബാഗ് എടുത്ത് ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞ് ധനലക്ഷ്മി അച്ഛനെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനിക്ക് ഉത്തരം മുട്ടുകയാണ്. തുടർന്ന് ധനലക്ഷ്മി പിന്നെ ശ്രീനിയോട്, അവൾ ഇവിടുന്ന് ഒരു ശപഥം എടുത്തിട്ടാണ് പോയത്, ഈ വീടെല്ലാം തിരിച്ചു പിടിക്കുമെന്നൊരു ശപഥം, അത് നമുക്ക് ആലോചിച്ച് ചിരിക്കാനുള്ള ഒരു തമാശ മാത്രമാണെന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് ധനലക്ഷ്മി. ഇതും പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി അവിടുന്ന് പോവുകയാണ്. എന്നാൽ ധനലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ശ്രീനി ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ശ്രീനിക്ക് കൺമണിയുടെ കോള് വരികയാണ്. കൺമണിയുടെ കോള് കണ്ട് ശ്രീനിക്ക് സന്തോഷമാവുകയാണ്. തുറന്ന ഫോൺ എടുത്ത കൺമണിയോട് പിന്നെ ശ്രീനി, നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കൺമണി പിന്നെ അച്ഛനെ ആശ്വസിപ്പിക്കുകയാണ്. അച്ഛൻ ഒന്നോർത്തും വിഷമിക്കേണ്ട, ഞാനിപ്പോൾ കമ്പനി ഗസ്റ്റ് ഹൗസിലാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി ഒന്ന് ഞെട്ടുകയാണ്. അതെങ്ങനെ ശരിയാകുമ്പോൾ, ക്രിഡ് സാറ് നിന്നോട് നല്ല കലിപ്പിലല്ലേ എന്ന് ചോദിക്കുകയാണ്. ക്രിഡ് സാർ അത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകില്ല എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കണ്ണിന് പിന്നെ അച്ഛന് ധൈര്യം കൊടുക്കുകയാണ്. അച്ഛൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അലികയിലെ ജോലിയൊന്നും ഞാൻ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ്. അലിക എനിക്ക് ജോലി തന്നത് എന്റെ കഴിവ് കണ്ടാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് അച്ഛൻ അതോർത്തൊന്നും പേടിക്കേണ്ട കാര്യമില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുകയാണ്. എന്തായാലും ഞാൻ പേടിച്ച് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് കൺമണി. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഗോകുല് വരികയാണ്. തുറന്ന് ശ്രീനി ഗോകുലിന് ഫോൺ കൊടുക്കുകയാണ്. തുറന്ന് ഗോകുല് കൺമണിയോട്, അപ്പ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കൺമണി, ഞാൻ ഇപ്പോൾ കമ്പനി ഗസ്റ്റ് ഹൗസിലാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഗോകുല്, അയ്യോ അപ്പോൾ ക്രിഡ് സാറോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ വീണ്ടും ഗോകുലിനോട്, ക്രിഡ് സാർ എന്നെ വരട്ടുമെന്നാണോ നീ പേടിക്കുന്നത്? എനിക്ക് സ്വന്തമായിട്ടൊരു ഗുണ്ടയുള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഗോകുല്, അപ്പയ്ക്ക് ഗുണ്ടയോ, അപ്പ ഗുണ്ടയെല്ലാം നിയമിച്ചോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഗോകുലി ഒന്ന് കളിയാക്കിക്കൊണ്ട്, നീയല്ലടാ എന്റെ ഗുണ്ട,
നീ കൂടെയുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരെയാണ് പേടിക്കേണ്ടത്. എന്നാൽ അത് കേട്ട് ഗോകുൽ പിന്നെ കൺമണിയോട് അതൊക്കെ ശരി തന്നെയാണ്, ഞാൻ ക്രിഷ് സാറിനോട് അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചു, പക്ഷെ ഇപ്പോൾ തോന്നുന്നു അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു എന്ന്. എന്നാൽ അത് കേട്ട് കൺമണി എടാ വേണ്ട എന്ന് പറയുമ്പോൾ വീണ്ടും ഗോകുല് അതെ അപ്പ എനിക്ക് പറയാനുള്ളതും കൂടി അപ്പയൊന്ന് കേൾക്ക്, ഒന്നുമില്ലെങ്കിലും ക്രിഷ് സാർ അപ്പയുടെ പുറകെ സോറി പറഞ്ഞു വന്നതല്ലേ എന്ന് പറയുകയാണ്. അപ്പയ്ക്ക് ക്രിഷ് സാറിന്റെ പ്രകൃതം അറിയാവുന്നതല്ലേ, പെട്ടെന്ന് ചൂടാകും, അതിനെക്കാട്ടും പെട്ടെന്ന് തണുക്കും. എന്നാൽ അത് കേട്ട് കൺമണി ആ രീതികൾ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറയുകയാണ്. അതൊന്നും എന്റെ അടുത്ത് ഇറക്കണ്ട എന്ന് പറയുകയാണ്. എന്നാൽ വീണ്ടും ഗോകുല് ഒന്നില്ലെങ്കിലും ക്രിഷ് സാർ അപ്പയുടെ പുറകെ ക്ഷമ പറഞ്ഞു വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൺമണിക്ക് ദേഷ്യം വരികയാണ്. എടാ ഗോകുലെ നീ മറ്റെന്തെങ്കിലും പറയാൻ ആവശ്യപ്പെടുകയാണ്. തുടർന്ന് ഗോകുല് വിഷയം മാറ്റുകയാണ്. അയ്യോ അപ്പേ, നമ്മുടെ അമ്പലത്തിൽ പുതിയൊരു ശാന്തിക്കാരനില്ലേ ഉണ്ണി നമ്പൂതിരിയുടെ കാര്യമാണ് പിന്നെ ഗോകുല് കൺമണിയോട് പറയുന്നത്. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് അത് ശരിക്കും വിഘ്നേശ്വരനാണെന്ന്, അതുപോലത്തെ തമാശകളാണ് പറയുന്നതെന്ന്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ ഗോകുലിനെ കളിയാക്കിക്കൊണ്ട് ഇതുപോലെ മുമ്പ് നിനക്ക് ഇതുപോലെ തോന്നിയതാണ് വരുൺ. എന്നാൽ അത് കേട്ട് ഗോകുല് അത് ശരിയാണ്, വരുണ്ട കേസിൽ എന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി, പക്ഷെ ക്രിഷ് സാറിന്റെ കാര്യത്തിൽ എന്റെ കാൽക്കുലേഷൻ തെറ്റിയില്ല എന്ന് പറഞ്ഞു വീണ്ടും കൃഷിന്റെ കാര്യം എടുത്തിടുകയാണ് ഗോകുൽ. എന്നാൽ അത് കേട്ട് കൺമണിക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. എടാ നീ കൃഷിന്റെ കാര്യമല്ല ഉണ്ണി നമ്പൂതിരിയുടെ കാര്യം പറഞ്ഞാൽ മതി. തുറന്നു കാണിക്കുന്ന കൃഷാണ്. കൃഷ അമ്പലത്തിൽ രാത്രി പോയിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കുറ്റബോധം കൊണ്ട് നീറി ചെയ്തു പോയ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കൃഷ്. ഞാൻ കൺമണിയോട് പറഞ്ഞത് വളരെ മോശമായി പോയി, കൺമണി സ്വന്തം ജീവനും ജീവിതവുമെല്ലാം എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്, എന്നിട്ടും ഞാൻ കൺമണിയോട് ചെയ്തു വലിയ തെറ്റായി പോയി, എനിക്ക് മാപ്പ് തരണം ഈശ്വര. അവളുടെ ആത്മാർത്ഥതയെ മാത്രമല്ല സ്വഭാവശുദ്ധിയെ പോലും ഞാൻ സംശയിക്കുന്ന രീതിയിലാണ് കൺമണിയോട് സംസാരിച്ചത്, കൺമണിയുടെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചു. ഇതൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് കൃഷ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആരോ വരുന്നുണ്ട്. അത് കണ്ട് കൃഷ് അയാളെ തിരിഞ്ഞു നോക്കുകയാണ്. ഒന്നുകിൽ ഗോകുൽ അതല്ലെങ്കിൽ ഉണ്ണി നമ്പൂതിരി. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.